30 വർഷമായി ജോലി ചെയ്യുന്ന ഇവിടെ ഷോപ്പാണ് ചൂരൽമലയിൽ. എന്റെ വീടൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ അതിന്റെ തൊട്ടടുത്ത് വേറെ വീട്ടിലേക്ക് താൽക്കാലിക, ഞാൻ മുണ്ടക്കയിലാണ് വീട്, മുണ്ടക്കൈ വീടൊക്കെ നാമാവിശേഷമായി, ഒന്നുമില്ല. പിന്നെ നമ്മളെ അവിടുന്ന് എന്റെ ഉമ്മാനി അവരെല്ലാരും കൂട്ടി നമ്മൾ ഇവിടെ താൽക്കാലിക ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. അത് തലേ ദിവസം അന്ന് തന്നെ വൈകിട്ട് 8 മണിക്ക്. അതുകൊണ്ട് ഭാഗികമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. നമ്മളെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കാണുകയാണ് ലൈവായിട്ട് ഈ പൊട്ടി വരുന്നതും എല്ലാം നേരിട്ട് കാണുന്ന ഒരാളാണ്. എന്നിട്ട് നമ്മളത് മക്കളെ കെട്ടിപ്പിടിച്ചിരുന്നു, കലിമ ചൊല്ലി നിന്നു എന്ന് പറയാം. ചുരുക്കം ഒരു കെട്ടിടത്തിന്റെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥനയോടുകൂടെ നിൽക്കുക, മരണം മുന്നിൽ കണ്ടിട്ട് നിൽക്കായിരുന്നു. അതാണ് എന്റെ അവസ്ഥ. മറ്റൊരാളെ ഞാൻ കണ്ടത് പൂജ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ അല്ലേ? അല്ല, അമ്മായിന്റെ മകൻ. അതെ, കുറച്ച് രേഖകൾ ഇവിടെ വന്നു, ഒരു പാഠപുസ്തകം, അതുപോലെ തന്നെ ചില സർട്ടിഫിക്കറ്റുകൾ. അപ്പോ അത് തിരിച്ചറിഞ്ഞത് ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ. അതിൽ മകൻ മാത്രം ജീവിച്ചിരിപ്പുണ്ട്. മകന് ഇപ്പോ ക്യാമ്പിലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കുറച്ച് സംഖ്യകൾ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടായിട്ടാണ് കാണുന്നത്. പെട്ടിയൊക്കെ പൊട്ടിച്ച രീതിയിലാണ് കാണുന്നത്. കുടുംബത്തിൽ അവശേഷിക്കുന്നത് ആരാണ്? കുടുംബത്തില് അമ്മേന്റെ മകനും മകന്റെ അനിയന്റെ മകളുണ്ട്. ചെറിയ കുട്ടി, 10ാം ക്ലാസ്സും ഒന്ന് 3 വയസ്സും. 3 വയസ്സും 15 വയസ്സും 3 വയസ്സുള്ള അവര് കുഞ്ഞുങ്ങൾ മാത്രമേ ബാക്കി. അവര് റിസോർട്ടിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് സേഫ് ആയിട്ട് വീട്ടിൽ വെച്ചിരുന്നു. ഒരുപാട് പൈസ ഉണ്ട്, 18 ലക്ഷം രൂപ ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ അതൊന്നും ഇപ്പോ സാധനം കാണുന്നില്ല. അത് എന്താണ് ഡോക്യുമെന്റ് കിട്ടി, ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. ഒപ്പം ഈ മേഖലയിലെ താങ്കൾ വ്യാപാരിയായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്. ഒരു മഹാനാശത്തിന്റെ ആ ഒരു നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അല്ലെ? ഇല്ല, ഞങ്ങൾ ഈ ചൂരൽമല കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ആളുകളെ മാത്രം ആശ്രയിച്ചുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ. 70ഓളം കടകളുണ്ട്. അത് പൂർണ്ണമായും ഭാഗികമായും നശിച്ചതിന് പുറമെ ഞങ്ങളെ കസ്റ്റമേഴ്സാണ് കൂടുതലും ഇവിടെ നഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഡെയിലി രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് ഇവരുമായിട്ടാണ്. അവരില്ലാണ്ടായി, അതേപോലെ തന്നെ ഞങ്ങളെ സ്ഥാപനങ്ങളില്ലാണ്ടായി, ഞങ്ങളെ എല്ലാ നിലയിലും ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. പ്രദേശവാസിയാണ് അല്ലേ? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട്. പുറത്തുനിന്ന് നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ വരെ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഇപ്പൊ നിലവിലുണ്ട് ഇവിടെ.